ഫിഫ ഫുട്ബോൾ ലോകകപ്പിലെ കിക്ക് ഓഫ് തുടങ്ങാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ജൂൺ 11 ആരംഭിക്കുന്ന ലോകകപ്പ് ജൂലൈ 19 വരെ നീണ്ടു നിൽക്കും. ഇത്തവണ അമേരിക്കയ്ക്കൊപ്പം കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളും ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നുണ്ട്. 32 നിന്നും ടീമുകളുടെ എണ്ണം 48 ഉയർത്തിയ ശേഷമുള്ള ആദ്യത്തെ ലോകകപ്പ് കൂടിയാണ്. ഇത്തവണ പ്രൈസ് മണിയിൽ ഉൾപ്പെടെ വലിയ വർധനവാണ് ഫുട്ബോളിന്റെ ആഗോള സംഘടനയായ ഫിഫ നടപ്പിലാക്കിയിരിക്കുന്നത്. ലോകകപ്പിൽ കിരീടം നേടുന്ന ടീമിനെ കാത്തിരിക്കുന്നത് ഏകദേശം 430 കോടി ഇന്ത്യൻ രൂപയാണ്. റണ്ണേഴ്സപ്പ് ആയാൽ 284 കോടി രൂപ ലഭിക്കും. മൂന്നാം സ്ഥാനത്തിന് 249 കോടി രൂപയും നാലാം സ്ഥാനക്കാർക്ക് 232 കോടി രൂപയുമാണ് സമ്മാനമായി ലഭിക്കുന്നത്. ഇത് മാത്രമല്ല, ഒട്ടേറെ സമ്മാനങ്ങൾ വേറെയുമുണ്ട്. 5 മുതൽ 8 വരെ സ്ഥാനങ്ങളിലെത്തുന്ന ടീമുകൾക്ക് 163 കോടി രൂപ വീതം ലഭിക്കും. 9 മുതൽ 16 വരെ സ്ഥാനങ്ങളിൽ ഉള്ളവർക്ക് 129 കോടി രൂപ വീതവും ഫിഫ നൽകും. രണ്ടാം റൗണ്ടിൽ പുറത്താകുന്ന ടീമുകൾക്കും സമ്മാനമുണ്ട്. അവർക്കെല്ലാം ലഭിക്കാൻ പോകുന്നത് 95 കോടി രൂപ വീതമാണ്. ഇനി തുടക്കത്തിൽ തന്നെ, അതായത് ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പുറത്തായാലും ഒന്നും പേടിക്കാനില്ല. പുറത്താകുന്ന എല്ലാ ടീമുകൾക്കും 77 കോടി രൂപ വീതം ലഭിക്കും. ചുരുക്കി പറഞ്ഞാൽ ഫിഫ പണം വാരി എറിയുകയാണ്. ഇത്തവണ കളിക്കാനെത്തുന്ന എല്ലാ ടീമുകൾക്കും കൂടി സമ്മാനത്തുക നൽകാൻ മാത്രം 6000 കോടി രൂപയേക്കാൾ കൂടുതലാണ് ഫിഫ ചെലവാക്കുന്നത്. ഖത്തറിൽ 2022 നടന്ന ലോകകപ്പിനേക്കാൾ 49% വർധനവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. ലോകകപ്പിന് യോഗ്യത നേടിയ എല്ലാ ടീമുകൾക്കും പ്രത്യേക പേയ്മെന്റും ഫിഫ നൽകുന്നുണ്ട്. ഈ ലോകകപ്പ് കളിക്കാനുള്ള ഒരുക്കങ്ങൾക്കായി ഈ 48 ടീമുകൾക്കും 21 കോടി രൂപ വീതം ഫിഫ നൽകിയിട്ടുണ്ട്. ഫിഫ ലോകകപ്പ് എന്നത് വമ്പൻ ഫുട്ബോൾ ക്ലബ്ബുകൾക്കും ഒരു ലോട്ടറിയാണ്. കളിക്കാരെ വിട്ടു നൽകാനായി ക്ലബ്ബുകൾക്കും നല്ലൊരു തുക ഫിഫ നൽകുന്നുണ്ട്. 32 എന്ന ടീമുകളുടെ എണ്ണം ഇത്തവണ 48 ആക്കിയതോടെ ക്ലബ്ബുകൾക്കും കൂടുതൽ പണം കിട്ടും. ടെലിവിഷൻ സംപ്രേഷണ അവകാശം, പരസ്യ വരുമാനം, ടിക്കറ്റ് വിൽപ്പനയിലെ വരുമാനം എന്നിവയിലൂടെ വലിയ വരുമാനമാണ് ഇത്തവണയും ഫിഫ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇന്ത്യ ഉൾപ്പെടെ പ്രധാനപ്പെട്ട ചില മാർക്കറ്റുകളിൽ ഇപ്പോഴും TV സംപ്രേഷണ അവകാശം വിറ്റഴിക്കാൻ സാധിച്ചിട്ടില്ല. ബ്രസീലിൽ ഇത്തവണ യൂട്യൂബിൽ ലോകകപ്പ് മത്സരങ്ങൾ കാസെ TV വഴി സൗജന്യമായി കാണാൻ കഴിയും. എന്നാൽ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് ഇത് നേരിട്ട് ആസ്വദിക്കാൻ കഴിയില്ല. ഈ സൗജന്യ സംപ്രേഷണം ബ്രസീലിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. അതിനാൽ ഇന്ത്യയിൽ ഇരുന്ന് യൂട്യൂബിലോ ട്വിച്ചിലോ ഈ ചാനൽ തുറന്നാലും ലൈവ് മാച്ചുകൾ കിട്ടില്ല. ഇന്ത്യയിൽ ലോകകപ്പ് 6 സംപ്രേഷണം ചെയ്യുമെന്ന ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ലെങ്കിലും പ്രമുഖ മാധ്യമ ശൃംഖലയായ സി ഗ്രൂപ്പ് അതിനുള്ള അവകാശം സ്വന്തമാക്കുന്നതിന് അരികെ എത്തി എന്നാണ് റിപ്പോർട്ടുകൾ. ഏതാണ്ട് 30 മുതൽ 35 മില്യൺ അമേരിക്കൻ ഡോളർ മുടക്കാൻ തയ്യാറായാണ് സി ഗ്രൂപ്പ് ഫിഫയുമായി ചർച്ചകൾ നടത്തുന്നത്. വലിയ തുക മുടക്കേണ്ടി വരുമെന്നതിനാൽ റിലയൻസ് ഡിസ്നി സഖ്യം ഈ ലേലത്തിൽ നിന്ന് പിന്മാറിയതോടെയാണ് സി ഗ്രൂപ്പ് രംഗത്ത് വരുന്നത്.